ഇപ്പോൾ നോക്കൂ, കേരളത്തിലെ തന്നെ വനിതകളുമായി ബന്ധപ്പെട്ടും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ശബരിമലയിലെ യുവതീ പ്രവേശനവും ഒക്കെയായി ബന്ധപ്പെട്ട്. പക്ഷേ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ. ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും അധികം സ്ത്രീകൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സമ്മേളിക്കുന്ന ഒരു വേദി കൂടിയാണ് ആറ്റുകാൽ എന്നത്. ആ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് സ്ത്രീകൾ, പല ജാതിയിലും മതത്തിലുമൊക്കെ പെട്ടവർ, നിരന്തരമായി ആറ്റുകാലിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർ, വിദേശികൾ, സ്വദേശികൾ, അങ്ങനെ എത്രയോ ആളുകളാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അവിടെ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഒരു ക്ഷേത്ര കമ്മിറ്റിക്ക് ഇത്രയധികം സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നത് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും വിജയകരമായി ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം നടക്കുന്നത്? അവിടെയാണ് നാനാജാതി മതസ്ഥർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത്. തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഏത് വീടുകളിലും ആരും കയറിയിറങ്ങുന്ന സാഹചര്യം. അവിടെ വീടുകൾക്കുള്ളിൽ കയറിയിറങ്ങാം, അവിടെ ഭക്ഷണം കഴിക്കാം, കിടന്നുറങ്ങാം, ബാത്റൂമുകൾ ഉപയോഗിക്കാം. ഇതും കാലങ്ങളായി കേരളം കണ്ടുവരുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. അവിടെയാണ് മസ്ജിദുകൾ, വീടുകൾ ഉൾപ്പെടെ ഈ സ്ത്രീകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം, അവർക്ക് വിശ്രമത്തിനുള്ള സൗകര്യമൊരുക്കണം, അവർക്ക് ഭക്ഷണവും പാനീയവും കരുതണം എന്ന് ഒരു ഇമാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ മുസ്ലിം സഹോദരങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിൻ്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. റമദാനിലാണ് ഈ വർഷം യാദൃശ്ചികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാവുന്നത്. ഏതായാലും റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹവും സാഹോദര്യവും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒക്കെയാണ് ഈ നാട്. വിശ്വാസികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ സാധാരണ നോമ്പ് തുറക്കാതെ ഭക്ഷണം കഴിക്കാറില്ല. പക്ഷേ പൊങ്കാല അർപ്പിക്കാൻ വരുന്നവർക്ക് നിങ്ങൾ കഴിക്കുന്നില്ല എങ്കിലും ഭക്ഷണം ഒരുക്കി നൽകണം, ജലം ആവശ്യത്തിന് നൽകണം. പ്രത്യേകിച്ച് നല്ല ചൂടൊക്കെയുള്ള സമയമാണ്, അപ്പോൾ എല്ലാം ഒരുക്കി നൽകണം എന്ന പാളയം ഇമാമിൻ്റെ ഈ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തിരിക്കുന്ന ഒന്നാണ്. അതാണ് കേരളത്തിൻ്റെ വാക്കുകൾ എന്നത്. വിവരങ്ങൾ വി അരുൺ നൽകും. കേരളത്തിന്റെ മതേതര സങ്കല്പത്തിന്റെ ഏറ്റവും അടയാളം പേറുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്, പാളയം. ഇവിടെ പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ഉണ്ട്, അത് ക്രിസ്ത്യൻ പള്ളിയാണ്. തൊട്ടടുത്ത് പാളയം ജുമാ മസ്ജിദ് ഉണ്ട്. അതിനോട് ഒരു മതിലപ്പുറത്തുള്ളത് പാളയം ഗണപതി ക്ഷേത്രമാണ്. അങ്ങനെ മതേതരത്വം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളുടെ 3 ആരാധനാലയങ്ങൾ ഒരുമിച്ച് സ്ഥിതി ചെയ്ത സ്ഥലമാണ് പാളയം. ഇവിടെ ഈ പാളയത്തുള്ള ജുമാ മസ്ജിദിൽ നിന്ന് ഇന്നലെ വളരെ മഹത്തരമായ ഒരു പ്രസംഗം നമ്മൾ കേട്ടു. അത് നടത്തിയത് പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയാണ്. കേരളം മറ്റെന്തൊക്കെയാണ്, ആർക്കൊക്കെ ജീവിക്കാൻ കഴിയാത്ത ഇടമാണ്. കേരളത്തിൽ വർഗീയ ഭ്രാന്ത് കൂടി വരുന്നു, വർഗീയ ശക്തികൾ കേരളത്തെ പിടിച്ചടക്കുന്ന വലിയ വ്യാഖ്യാനങ്ങൾ പലയിടത്തും തെറ്റായ വ്യാഖ്യാനം ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ല, എന്താണ് കേരളമെന്ന് കൃത്യമായി കാട്ടിത്തന്ന ഒരു പ്രസംഗമാണ് ഇന്നലെ VP ഷുഹൈബ് മൗലവിയിൽ നിന്നുണ്ടായത്. അതായത് ഈ 2 ദിവസങ്ങൾക്കപ്പുറത്തേക്ക് ഈ പ്രദേശങ്ങളെല്ലാം ഒരു പകൽ മുഴുവൻ പൊങ്കാല കലങ്ങൾ കൊണ്ട് നിറയും. അത് ആറ്റുകാൽ മുതൽ നഗരത്തിലെ എത്രയോ കിലോമീറ്ററുകൾ നിറയും. അവിടെ ഈ പാളയം പള്ളിയും മറ്റ് നിരവധി പള്ളികളും മുസ്ലിം വിശ്വാസികളുടെ വീടുകളുമൊക്കെ പൊങ്കാലയിടാനെത്തുന്ന ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. അത് തുറന്നു കൊടുക്കണമെന്ന ഒരു സന്ദേശമാണ് പാളയം ഇമാം നൽകിയത്. അങ്ങയുടെ ഈ സന്ദേശത്തിന്റെ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേരള സ്റ്റോറി എന്നൊരു സിനിമ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. കേരളം എന്തൊക്കെയോ ആണെന്ന് പലരും പുറത്തൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിനിമ. ആദ്യ ഭാഗം വന്ന നമ്മൾ അത് വിമർശനങ്ങളൊക്കെ വന്നതാണ്. വീണ്ടും അതേ കഥ പറയുന്ന ഒരു സിനിമ റിലീസ്. എന്താണ് അങ്ങയുടെ പ്രസംഗത്തിന്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു ആ സമയത്ത്? നമ്മുടെ ഉദ്ദേശം വളരെ ലളിതമാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ എല്ലാ വർഷവും ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ആളുകളും ഈ പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കാറുണ്ട്.
ഈ പൊങ്കാല നടക്കുന്നത് പലപ്പോഴും ഈ മസ്ജിദുകളുടെ അതിനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ചർച്ചുകളോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ, അതുപോലെയുള്ള സ്ഥാപനങ്ങളോടൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ പൊങ്കാലയ്ക്ക് സ്ത്രീകൾ ഇരിക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടി അവർ മസ്ജിദിന്റെയും ചർച്ചിന്റെയും ഒക്കെ അകത്തുള്ള കുടിവെള്ളം അവർ പ്രയോജനപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ വിശ്രമിക്കാൻ വേണ്ടി ഈ പറയുന്ന മസ്ജിദുകളുടെയും അതുപോലെ ചർച്ചുകളുടെയും ഒക്കെ ഹാളുകൾ അവര് പ്രയോജനപ്പെടുത്താറുണ്ട്. പക്ഷേ ഈ വർഷവും കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു. റമളാനിലാണ് പൊങ്കാല വന്നത്. റമളാനിൽ പൊങ്കാല വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ ഒരു മാസത്തെ പ്രത്യേക ടൈം ടേബിളാണ്. അതുകൊണ്ട് റമളാനിൽ ഈ പൊങ്കാല വന്നു എന്നുള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു അസൗകര്യമുണ്ടാവാൻ കാരണമായി കൂടാ. ഈ പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് അസൗകര്യമുണ്ടാവാൻ കാരണമായി കൂടാ. നമ്മൾ യഥേഷ്ടം റമളാൻ എന്ന് പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ പരസ്പര സ്നേഹം, അത് വിശ്വാസികൾക്കിടയിലുള്ള പരസ്പര സ്നേഹം എന്ന് മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കുമിടയിലുള്ള പരസ്പര സ്നേഹവും അതുപോലെ തന്നെ സഹാനുഭൂതിയും അതുപോലെ സൗഹൃദവുമെല്ലാം ശക്തിപ്പെടുത്തേണ്ടുന്ന മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. അപ്പോൾ പൊങ്കാല വരുമ്പോൾ നമ്മൾ ആളുകൾക്ക് കൂടുതൽ സൗകര്യം ചെയ്യുകയും ആളുകളോട് കൂടുതൽ ഉദാരമാവുകയും ചെയ്യാനുള്ള ഒരു അവസരമാക്കി റമളാൻ മാസത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഈ പൊങ്കാലയുടെ തലേ ദിവസം വൈകുന്നേരങ്ങളിലാണ് സഹോദരിമാര് സ്ത്രീകൾ ഇവിടെ എത്തുക. അപ്പൊ അങ്ങനെ എത്തുമ്പോൾ ഈ പള്ളികളിൽ നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആയിരിക്കും. നോമ്പുതുറ വിഭവങ്ങള്, റമളാൻ കഞ്ഞിയൊക്കെ തയ്യാറാവുന്ന സന്ദർഭം. പാളയം പള്ളിയിലൊക്കെ ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുള്ളായിട്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള റമളാൻ കഞ്ഞിയാണ് തയ്യാറാവുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് കൂടി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ശീതളപാനീയങ്ങൾ, അതുപോലെ ജ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നോമ്പിനോടനുബന്ധിച്ച് ഈ പള്ളികളിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റമളാന്റെ വിഭവങ്ങൾ, റമളാന്റെ സന്തോഷം ഈ വരുന്ന നമ്മുടെ അതിഥികളായിട്ട് വരുന്ന ഈ സഹോദരിമാർക്ക് കൂടി പങ്കുവെക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ പൊങ്കാല പ്രതിനിധീകരിക്കുന്ന വിശ്വാസം അത് വേറൊരു വിശ്വാസമാണ്. എങ്കിൽ പോലും ഈ ഒരു നഗരത്തിലേക്ക് വരുന്ന നമ്മുടെ സഹോദരിമാർ എന്ന് പറയുന്നത് അവര് നമ്മുടെ ഈ നഗരത്തിന്റെ അതല്ലെങ്കിൽ നഗരവാസികളുടെ അതിഥികളാണ്. നമ്മൾ അവരുടെ ആതിഥേയരാണ്. അപ്പോ ആതിഥേയർക്ക് അതിഥികളോട് കടപ്പാടുകളുണ്ട്. ആ ബാധ്യതാ നിർവഹണം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ നിർവഹിക്കുന്നത്. എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, നോമ്പ് കാലമാണ്, നമ്മൾ നോമ്പിരിക്കുകയാണ്, വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, പക്ഷേ ഈ വരുന്നവർക്ക് അത് കൊടുക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായും അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കണം. അവർക്ക് നോമ്പില്ലല്ലോ. അപ്പൊ നമുക്ക് നോമ്പാണെങ്കിലും അവര് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, അവർക്ക് നോമ്പില്ല. അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രയാസം ഈ നോമ്പുകാലമായതുകൊണ്ട് നമ്മൾ പള്ളിക്കടുത്തിരുന്നു, അതല്ലെങ്കിൽ മുസ്ലിം വീടുകൾക്കടുത്തിരുന്നു എന്നതുകൊണ്ട് നോമ്പുകാലമായതുകൊണ്ട് ഒരു പ്രത്യേക പ്രയാസം അവർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ കാസർഗോഡ് ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് അവിടെ ഉത്സവമായിരുന്നു. അവിടെയാണ് ഇന്നലെ അവിടുത്തെ നോമ്പുതുറ സംഘടിപ്പിച്ചത്. അങ്ങനെയുള്ള കേരളമല്ലേ ശരിക്കും നമ്മൾ ആളുകളെ കാണിക്കണം? തീർച്ചയായും അങ്ങനെയുള്ള ഒരു കേരള സ്റ്റോറി തന്നെയാണ് നമ്മുടെ നാടിന് ഉടനീളമുള്ളത്. നമ്മുടെ ഈ തിരുവനന്തപുരം നഗരം ഇപ്പൊ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ പ്രതീകവൽക്കരിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഇവിടെ ഈ മസ്ജിദും അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രവും അതിനോട് അഭിമുഖമായി നിൽക്കുന്ന നമുക്ക് ചൂണ്ടിയാൽ കാണിക്കാൻ പറ്റുന്ന ചർച്ചും ഇതെല്ലാം ഉൾച്ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ തലസ്ഥാനം തന്നെ മതസൗഹാർദ്ദത്തിന് മാതൃകയായിട്ടുള്ളത്. ഇത് സിംബോളിക്കായിട്ട് നമ്മുടെ മതസൗഹാർദ്ദത്തെ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള ധാരാളം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ആരാധനാലയങ്ങൾ, നിങ്ങൾ പറഞ്ഞതുപോലെ തോളുരുമ്മിക്കൊണ്ട് ആഘോഷങ്ങൾ പരസ്പരം ഈ റമളാൻ നോമ്പും അതുപോലെ ഈ ക്ഷേത്രോത്സവങ്ങളും എല്ലാം പരസ്പരം തോളുരുമ്മിക്കൊണ്ട് പരസ്പരം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും അതിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിന് നമുക്കും അതിജീവിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കൂ എന്നുള്ളതാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തെ ഇങ്ങനെ മറ്റു ചില ആഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്? അതിലൊക്കെ പിന്നെ രാഷ്ട്രീയമായ താല്പര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്ന ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെയുള്ള ഒരു സാഹോദര്യത്തിന്റെ ഇടം തന്നെയാണ്. പക്ഷേ അതിനെ വികലമായി ചിത്രീകരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ഇതുവരെ കേരളം അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഭരണ രംഗത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളോടുള്ള ചില വിയോജിപ്പ് ഒരുപക്ഷെ മറുവശത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരം അജണ്ടകളൊക്കെ ആയിരിക്കാം. ഏതായാലും അത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. കേരളം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന സ്റ്റോറികളിൽ ചിത്രീകരിക്കപ്പെടുന്ന കേരളമല്ല. കേരളത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പരസ്പരമുള്ള പങ്കുവെപ്പിന്റേതുമായിട്ടുള്ള ഒരു കഥ തന്നെയാണ് കേരളത്തിന് പറയാനുള്ളത്.
അതുതന്നെയാണ് കേരള സ്റ്റോറിയിൽ കാണുന്ന ലോകത്തിനു മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന കേരളമല്ല. ഇങ്ങനെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മസ്ജിദുകളും മുസ്ലിം മതവിശ്വാസികളുടെ വീടുകളും തുറന്നു കൊടുക്കുന്ന, സെന്റ് ജോർജ് പള്ളിയിലെ പെരുന്നാളിന് കുടിവെള്ളം നൽകുന്ന, ഈ പാളയം ജുമാ മസ്ജിദിലെ റംസാൻ നോമ്പിന് വരുന്നവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഹിന്ദുമത വിശ്വാസികളുടെ, അതുപോലെ ക്ഷേത്ര നട നോമ്പ് തുറക്കി തുറന്നു കൊടുക്കുന്ന കാസർഗോഡുകാരുടെ, അങ്ങനെ ഉള്ള എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുന്ന, അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളുടെ സാരം ഒന്നെന്ന് വിശ്വസിക്കുന്ന ശ്രീനാരായണ ഗുരു ഉദ്ഘോഷിച്ച അങ്ങനെ ഒരു കേരളം തന്നെയാണ് യഥാർത്ഥ കേരളമെന്ന് കൂടുതൽ വെളിവാക്കുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. അതുതന്നെയാണ് വരുന്ന പൊങ്കാല ദിവസം തിരുവനന്തപുരം കാണാൻ പോകുന്നത്. കാസർഗോഡ് നോമ്പുതുറ സംഘടിപ്പിച്ച ക്ഷേത്ര കമ്മിറ്റി നൽകിയ സന്ദേശവും അതുതന്നെയാണ്. അരുൺ പാലോടിനൊപ്പം വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. യെസ്, കേരള സ്റ്റോറി എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആ സിനിമയെ മലയാളികൾ എന്തുകൊണ്ട് ബഹിഷ്കരിക്കുന്നു, ആ സിനിമയെ തള്ളിക്കളയുന്നു എന്നതാണ് ഈ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.